ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നിങ്ങൾ XUV7XO വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് വാങ്ങാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് വാല്യൂ ഫോണി ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണിത്. ഞാൻ ബേസ് മോഡലിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വാല്യൂ ഫോണി ആയിട്ട് തോന്നിയത് ആ പ്രൈസ് പോയിന്റിൽ. പക്ഷെ നിങ്ങൾക്ക് അതല്ല, കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു വണ്ടി വേണം, അതിൻ്റെ തന്നെ ആവശ്യത്തിന് ഫീച്ചേഴ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേരിയൻ്റ് ആണ് AX7. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളിപ്പോൾ ക്രെറ്റ, സെൽറ്റോസ്, CR ഇതിൻ്റെയൊക്കെ ടോപ്പ് ആൻഡ് വേരിയൻസ് കൺസിഡർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു മോഡലാണത്. കാരണം രണ്ടിൻ്റെയും പ്രൈസൊക്കെ ഏകദേശം സിമിലർ ആയിട്ടാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഏതായാലും ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ടോപ്പിൽ കിട്ടുന്ന പോലെ LED ഹെഡ് ലാംപ്സ്, LED DRLs, അതുപോലെ തന്നെ LED സെക്കൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ ബേസ് മോഡൽ പോലെ ഉണ്ട്. LED ഫോഗ് ലാംപ്സ് ഇതിൻ്റെ അകത്ത് സൈഡിൽ ഇല്ല. അത് വേണമെങ്കിൽ നിങ്ങൾ AX7 ടെക്കിലോട്ട് പോകേണ്ടി വരും. പക്ഷേ ഗ്രില്ലിൻ്റെ ഡിസൈൻ, അതിൻ്റെ അകത്ത് വരുന്ന ചെറിയ സിൽവർ ക്രോം ആക്സൻസ്, എല്ലാ സാധനങ്ങളും സെയിം ആണ്, ടോപ്പിൻ്റെ പോലെ തന്നെയാണ്. ഇനി സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് 18 ഇഞ്ച് ടൈമിൽ കട്ട് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. ടോപ്പിലേക്ക് വരുമ്പോഴേക്കും അതായത് AX7 ലക്ഷറിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് 19 ഇഞ്ച് കിട്ടും. പക്ഷേ AX7 ടെക്കിൽ സെയിം 18 ഇഞ്ച് വീൽസ് തന്നെയാണ് അലോയ്സിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇതാണ് സൈഡിലത്തെ കാര്യം. ബാക്കി ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ മിറേഴ്സ് ബ്ലാക്ക് ആണ്, അതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, സാധനങ്ങളൊക്കെ സെയിം ആണ്. ഷാർക്ക് ഫിൻ ആൻറ്റിന, റൂഫ് റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബേസ് മോഡൽ തൊട്ട് തന്നെ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇതിനകത്തും അഡ്രിനോക്സ് വരുന്നുണ്ട്. പക്ഷേ അഡ്രിനോക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉള്ള ഒരു കണക്റ്റഡ് കാർ ടെക്കാണ് വരുന്നത്. ഇനി റിയറിലേക്ക് വരികയാണെങ്കിലും ഒരു കുഴപ്പമില്ല. LED ടെയിൽ ലാംപ്സ് ഉണ്ട്, സെക്കൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, വൈപ്പർ ഉണ്ട്, വാഷർ ഉണ്ട്, ഡീഫോഗർ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ വൈപ്പറും വാഷറും ഡീഫോഗറും ഒക്കെ AX3 മുതൽ തുടങ്ങുന്നതാണ്. അതിൻ്റെ അകത്ത് റിയർ ക്യാമറ എക്സ്ട്രാ ഉണ്ടായിരുന്നു AX3ൽ. AX5ലും സ്കൈ റൂഫ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് എക്സ്ട്രാ വരുന്നത്. ഇതിനകത്ത് പക്ഷേ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് സ്പോയിലർ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ വണ്ടിയിൽ 540° ക്യാമറ അവൈലബിൾ ആണ്. സോ 360 അല്ല, ബാക്കി താഴത്തെ 3 വേരിയൻസിൽ നമുക്ക് ക്യാമറയില്ല, റിയർ ക്യാമറ മാത്രമാണുള്ളത്. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഫുൾ 540°, അതായത് വണ്ടിയുടെ അകവും താഴെ എല്ലാ സാധനങ്ങളും കാണാൻ പറ്റുന്ന നല്ലൊരു ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ AX7 മോഡലിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് വരുന്നത്. ഏകദേശം സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അഗൈൻ നമുക്ക് കളർ കോമ്പിനേഷനൊക്കെ ഏകദേശം ടോപ്പിൻ്റെ പോലെയൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അതായത് ഗോൾഡ്, ബ്രൗൺ, പിന്നെ നമ്മുടെ ബ്ലാക്ക്, വൈറ്റ് എല്ലാ കോമ്പിനേഷനും ഉണ്ട്. സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തുടങ്ങുന്നത് ഈ ഒരു മോഡൽ മുതലാണ്. ലെതററ്റ് ഫിനിഷ് അതിനകത്ത് അവൈലബിൾ ആണ്. ബേസ് മോഡൽ നമുക്ക് 3 സ്പോക്ക് ആയിരുന്നു, പഴയ സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. ആൻഡ് പക്ഷേ ബേസ് മോഡൽ മുതൽ തന്നെ ഒരു ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് എല്ലാം കൊടുക്കുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ 3 ഇൻഫോടൈം സിസ്റ്റംസ് അവൈലബിൾ ആണ്. 12.3 ഇഞ്ചസിൻ്റെ സ്ക്രീൻസ് തന്നെയാണ് വരുന്നത്. അത് അഗൈൻ ബേസ് മോഡൽ മുതൽ മഹീന്ദ്ര കൊടുക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് വലിയ പുതുമയൊന്നും അതിൻ്റെ അകത്ത് പറയാനില്ല. പക്ഷേ ഈ വേരിയൻറ്റിൽ വരുന്ന നല്ലൊരു ഫീച്ചറാണ് പവർ ഡ്രൈവർ സീറ്റ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. അതിൻ്റെ കൺട്രോൾസ് നിങ്ങൾക്ക് നമ്മുടെ ഡോർ ഹാൻഡിൽസിൻ്റെ സൈഡിലായിട്ട് കാണാം. 3-way മെമ്മറി ഫംഗ്ഷൻ ഈ വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെൽക്കം ഫംഗ്ഷനും എല്ലാം ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഡോറിൻ്റെ ഡിസൈൻ 4 പവറിൻ്റെ ഉണ്ട്. ഡ്രൈവർ സൈഡിൽ ഓട്ടോ അപ്പ് ഡൗൺ വരുന്നുണ്ട്. ബാക്കി വേരിയൻസിൽ ഓട്ടോ ഡൗൺ മാത്രമേ ഉള്ളൂ, ഓട്ടോ അപ്പ് ഇല്ല. പിന്നെ ഇതിനകത്ത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ORVMസും അവൈലബിൾ ആണ്. അതാണ് സംഭവം. ഇനി നമ്മുടെ നടുവിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഡ്യുവൽ സോൺ ഓട്ടോ AC നമുക്ക് കിട്ടി തുടങ്ങുന്ന AX7 മോഡലോട്ടാണ്. അതിൻ്റെ താഴത്തെ വേരിയൻസിലെല്ലാം നമുക്ക് മാനുവൽ AC ആണ് വരുന്നത്. അതിന് ഫിസിക്കൽ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ ഫിസിക്കൽ കൺട്രോൾസ് ഇല്ല. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ AX7 ടെക്കിലോട്ട് പോകേണ്ടി വരും. ഇവിടെ നമുക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്. പക്ഷേ ലെതററ്റ് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെതററ്റ് സീറ്റ്സും വരുന്നുണ്ട്. ഇനി ടോപ്പ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സംഭവം ഏകദേശം സെയിം ആണ്. മാനുവൽ ലൈനറ്റ് ARVM തന്നെ ഇതിനകത്തും കിട്ടുന്നുള്ളൂ. കപ്പ് ഹോൾഡർ ഉണ്ട്, ക്യാബിൻ ലാമ്പ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാവുന്ന പോലെ തന്നെ സൺറൂഫിൻ്റെ കൺട്രോൾസ് ഉണ്ട്. സോ സൺറൂഫിൻ്റെ റേഞ്ച് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് AX5 മോഡലോട്ടാണ്. അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ സൺറൂഫ് ആണ് അതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ഫീച്ചർ. പക്ഷേ പ്രൈസ് ഡിഫറൻസ് അത്യാവശ്യം നല്ല കൂടുതലാണ്. പക്ഷേ AX5ഉം AX7ഉം തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് 1 ലക്ഷം രൂപ അടുത്തേ ഉള്ളൂ. അത് മഹീന്ദ്ര പർപ്പസ്ഫുള്ളി അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് വരാം. ഏതായാലും വലിയൊരു പാനോറാമിക് സ്കൈ റൂഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. 6 എയർ ബാഗ്സ്, ABS, TBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എല്ലാം ഉണ്ട്. സീറ്റ്സിൻ്റെ കളറാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലെതർ സീറ്റ്സ് എന്നുള്ള ഞാൻ പറഞ്ഞു. പക്ഷേ ഡ്യുവൽ ടോൺ കളേഴ്സാണ് സീറ്റ്സിന് അവർ കൊടുത്തിരിക്കുന്നത്. ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത്. ടോപ്പിൽ നമുക്ക് ബ്രൗൺ ആൻഡ് വൈറ്റ് ആണ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണെങ്കിലും ഇത് കാണാൻ അത്യാവശ്യം നല്ലതാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വേരിയൻറ്റിൽ നമുക്ക് വെന്റിലേഷൻ ഫംഗ്ഷൻ ഫ്രണ്ട് സീറ്റ്സിലോ ബാക്ക് സീറ്റ്സിലോ ഒന്നും അവൈലബിൾ അല്ല. AX7 ടെക്കിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ്സിൽ വെന്റിലേഷൻ കിട്ടും. ബാക്കിൽ വെന്റിലേഷൻ വേണമെങ്കിൽ AX7 ലക്ഷറിലേക്ക് തന്നെ പോകണം. പിന്നെ നിങ്ങൾക്ക് ബ്രിങ് യുവർ ഓൺ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഈ വേരിയൻ്റ് മുതൽ അവൈലബിൾ ആണ്. 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് പോയിന്റ് അവർ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് C. പിന്നെ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈനൊക്കെ കാണാം, ഫ്രണ്ട് പോലൊക്കെ തന്നെയാണ്. റിയർ AC വെൻസ് അവൈലബിൾ ആണ്. സീറ്റ്സിൻ്റെ സ്പേസും സംഭവങ്ങളെല്ലാം നമുക്ക് സെക്കൻഡ് റോയിൽ വരുന്നു, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ, നടുവിലൊരു ഫിക്സഡ് ഹെഡ് റെസ്റ്റ്, പിന്നെ സെൻറ്റർ ആംബ്രസ്റ്റ്, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്.
ഇനി നിങ്ങൾക്ക് 7 എയർ ബാഗ്സ് വേണം, ഡ്രൈവർ നീ എയർ ബാഗും കൂടെ വേണമെങ്കിൽ അത് X7 ടെക് തൊട്ടാണ് വരുന്നത്. എനിവേ റിയർ സീറ്റ് നമ്മുടെ തേർഡ് റോ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് റോ ഒരു വേരിയന്റിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് പിന്നെ ഒരു പ്രശ്നമേ അല്ല. തേർഡ് റോയിൽ നമുക്ക് AC vents ഒക്കെ ബേസ് മോഡലിലോട്ട് കിട്ടുന്നുണ്ട്. സീറ്റ്സിൻ്റെ കളർ കോമ്പിനേഷൻ മാത്രമേ അതിനകത്തൊക്കെ വ്യത്യാസം വന്നിട്ടുള്ളൂ. തേർഡ് റോയിലേക്ക് വരുമ്പോഴേക്കും സ്പേസ് ഒന്നും എന്തായാലും മാറില്ലല്ലോ. ഇവിടെയും നമുക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് സീറ്റ്സ്, 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് എല്ലാം തേർഡ് റോയിലും കിട്ടുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി സീറ്റ് ബെൽറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊക്കെയാണ് സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയാൻ പറ്റുന്നത്. ഇതിനകത്ത് മിസ് ഔട്ടായി പോകുന്ന സംഭവം ഒന്ന് ADAS ആണ്. ADAS വേണമെങ്കിൽ നിങ്ങൾ X7 ടെക്കിലോട്ട് തന്നെ പോകണം, ഇതിനകത്തില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട് വയർലെസ് ചാർജർ അത് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ടോപ്പിന് എടുക്കുകയാണെങ്കിൽ 2 വയർലെസ് ചാർജർ ഉണ്ടാവും ഫ്രണ്ടിലും ബാക്കിലും. എനിക്ക് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവരിതിൻ്റെ അകത്ത് വെന്റിലേറ്റഡ് സീറ്റ്സും കൂടെ കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലൊരു പക്ക ഫീച്ചറായതിനെ. ബാക്കിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു മോഡലാണിത്. പക്ഷേ വെന്റിലേറ്റഡ് സീറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും പൊതുവേ നമുക്ക് കുറച്ചും കൂടെ താഴെയുള്ള സെഗ്മെൻറ്റുള്ള വണ്ടികളിലൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഫുള്ളി ലെതറഡ് സീറ്റ്സ് ആയതുകൊണ്ട് പുറം എന്തായാലും വേർക്കും. അപ്പോൾ ഫ്രണ്ടിലെങ്കിലും അത് കൊടുത്തിരുന്നെങ്കിൽ നല്ലൊരു എഡീഷൻ ആയേനെ. പക്ഷേ എനിവേ കൊടുത്തിട്ടില്ല. അതുമാത്രമാണ് ചെറിയൊരു ഓഫ് പൊസിഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ബാക്കി എല്ലാ കാര്യത്തിലും വളരെ നല്ലൊരു വേരിയൻറ്റ് തന്നെയാണ്. നിങ്ങൾ X7 ടെക്കിലോട്ട് പോകേണ്ട വലിയ ആവശ്യം വരുന്നില്ല. കളർ ഓപ്ഷൻസ് ആണെങ്കിലും നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഡ്യുവൽ ടോൺ ഇല്ലാന്നുള്ളൂ. ഡ്യുവൽ ടോൺ പിന്നെ വേറെ വേരിയൻസിലും ഇല്ലാന്ന് തോന്നുന്നു. ഇനി എഞ്ചിൻ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം കിട്ടുന്നുണ്ട്. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്, 185 bhp, 420 Nm ടോർക്ക് മാനുവൽ, 450 Nm ടോർക്ക് ഓട്ടോമാറ്റിക്കിൽ. ഇനി 2 ലിറ്റർ എംസ്റ്റാലിൻ ടർബോ പെട്രോൾ ഉണ്ട്, അതും 200 PS പവറും 380 Nm ടോർക്കുമാണ് വരുന്നത്. 6 സ്പീഡ് മാനുവലിൻ്റെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഉണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും പോരാ, ഓൾ വീൽ ഡ്രൈവ് വേണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ X7 മോഡലോട്ടാണ്. നമ്മുടെ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓട്ടോമാറ്റിക്കിൻ്റെ കൂടെയാണ് ഓൾ വീൽ ഡ്രൈവ് കിട്ടുന്നത്. സോ അത് നമുക്ക് X7 ടെക്, X7 ലക്ഷറി ഈ 3 വേരിയൻസിലാണ് കിട്ടുന്നത്. അങ്ങനെ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ആൻഡ് പവർ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലും നല്ല വെൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. ഇനി പ്രൈസിംഗ് ആണ് മഹീന്ദ്ര ഈ വേരിയൻ്റ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞു. ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും, പക്ഷേ 4.3 മീറ്റർ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളുടെ പ്രൈസും. സോ 2 ലിറ്റർ പെട്രോൾ മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 18.48 lakhsലാണ്. അതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 19.93 lakhsൽ കിട്ടും. ഒട്ടുമിക്ക എല്ലാ നമ്മുടെ 4.3 മീറ്റർ SUVസിൻ്റെയും ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 19.99 lakhs ആണ്. അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ വലിയ എഞ്ചിനാണ്, മൈലേജ് ഒന്നും കിട്ടില്ല, പക്ഷേ വലിയ വണ്ടിയാണ്, 7 സീറ്ററാണ്. ആ ഒരു സംഭവമൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ. ഡീസലാണെങ്കിലും മാനുവൽ 18.95 lakhsൽ സ്റ്റാർട്ട് ചെയ്ത് 20.4 lakhs ആണ് ഡീസൽ ഓട്ടോമാറ്റിക്കിന് പോകുന്നത്. അതും വളരെ നല്ല പ്രൈസാണ്, കാരണം ഈ പ്രൈസിൽ 20 lakhsന് അടുത്ത് വരുന്ന ഇതിൽ നമുക്ക് കിട്ടുന്നത് 1.5 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടികളായിരിക്കും മിക്കതും. അതായത് ഇപ്പം സിയറ ആയിക്കോട്ടെ, ക്രെറ്റ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, സെൽട്ടോസ് ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, എല്ലാത്തിലും 1.5 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറാണ് വരുന്നത്. അതിനേക്കാൾ എന്തുകൊണ്ടും വളരെ നല്ല എഞ്ചിൻ തന്നെയാണിത്. കാരണം പവർ നമുക്ക് 155 bhp ഉണ്ട്. പിന്നെ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് നിങ്ങൾ ഹൈവേ പോകണേ കിട്ടും, ഒരു 15+ ഒക്കെ സുഖമായിട്ട് കിട്ടും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ കുറവായിരിക്കും, മാനുവൽ ആണെങ്കിൽ 18+ ആണ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് സിറ്റി കണ്ടീഷൻസിലൊക്കെ ഇച്ചിരി കുറവായിരിക്കും, അത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടി എടുക്കുന്നതിലും ഇത്രയും ഫീച്ചേഴ്സ്, അതായത് വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സിലൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വലിയൊരു വണ്ടി, കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഡൈനാമിക്സ്, പിന്നെ നല്ല സസ്പെൻഷൻ, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണിത്. പിന്നെ സ്പീക്കേഴ്സിനെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല. ഇതിനകത്ത് 16 സ്പീക്കർ ഹാർഡൻ കാർഡൻ സിസ്റ്റം ഇല്ല, ഡോൾബി അറ്റ്മോസും ഇല്ല. അത് വേണമെങ്കിൽ X7 ടെക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ X7 മോഡലിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നിങ്ങളിതായിരിക്കും അതോ കുറച്ചും കൂടെ വരുന്ന വേരിയൻറ്റിലേക്ക് പോകും, അതോ ബേസ് മോഡൽ വേറെ ഏതെങ്കിലും വേരിയൻസ് ചൂസ് ചെയ്യുന്നതും കൂടെ പറയാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.